ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വോയേജ് വിത്ത് ട്രയാൻ. ഇന്ന് ഞങ്ങളൊരു വീക്കെൻഡ് ഡേ ട്രിപ്പിനാണ് പോകുന്നത്. എഡിൻബ്രയിൽ തന്നെയുള്ള കുറച്ച് ലോക്കൽ സ്പോട്ടുകളിലേക്ക്. ഞങ്ങൾ ഗൂഗിളിൽ റിവ്യൂ ഒക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി ബാഗൊക്കെ പാക്ക് ചെയ്ത് വണ്ടി എടുത്ത് നിയർ ബൈ പ്ലേസസ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മേഴ്സിക്കുട്ടി എടുത്തിട്ടാണ് പോയത്. ബാഗ് ഉള്ളിൽ വെച്ച് സെറ്റാക്കി ഡോറ് വല്ല പതുക്കെ അടച്ചത് തന്നെ നന്നായി ശകാരിച്ച് അങ്ങനെയൊക്കെ കേട്ട് ഉള്ളിൽ കയറി ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി എടുത്ത് പതുക്കെ ജേർണി സ്റ്റാർട്ട്. ഇത് ഔട്ടർ സിറ്റിയാണ് ഈ സ്പോട്ടുകളെല്ലാം, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കാർ എടുത്ത് പോയത്. സിറ്റിയുടെ ഉള്ളിലേക്ക് കാർ എടുത്ത് പാർക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിലാണ് സിറ്റിയുടെ ഉള്ളിലേക്കാണെങ്കിൽ പോവാറ്. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഏരിയ ആണ് കേട്ടോ. ഫ്ലാറ്റ്സും ഇങ്ങനെ ഹൗസസും ഇൻഡിവിജ്വൽ ഹൗസസ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി പ്ലേസ് ആണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി. അവിടെ കുറേ പേര് ഓൺ ഹൗസസ് വാങ്ങിയിട്ടും അതേപോലെ ഇങ്ങനെ കുറേ ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ. നല്ല അടിപൊളി പ്ലേസ് ആണ്. ഗൈൽ സെൻറ്റർ ആണ് ഈ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ അടുത്തുള്ള ലൊക്കാലിറ്റി. അവിടുന്ന് ഡയറക്റ്റ് ഹൈവേയിലേക്ക് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ബസ്സും ട്രാമും അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും അടുത്ത് തന്നെ ഉണ്ട്. അതേപോലെ ബിസിനസ് പാർക്കുകളും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ അടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് എല്ലാം നിയർ ബൈ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സെറ്റാണ് ആ ഏരിയ. അങ്ങനെ ഞങ്ങൾ ക്യൂൻ ഫെറി റോഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടി. അതാണ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ സിഗ്നലിൽ വിട്ടു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അവിടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആദ്യത്തെ സ്പോട്ട് ഫോർത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാന്റിലിവർ റെയിൽ ബ്രിഡ്ജാണ്. അത് വേൾഡിലെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്, യുനെസ്കോ ഒക്കെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളത്. അതേപോലെ ഇത് 1890s ഈ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആ സമയത്ത് 1910 വരെ ഇതായിരുന്നു ഏറ്റവും വേൾഡിലെ ഫസ്റ്റ് ലോങ്ങസ്റ്റ് ബ്രിഡ്ജ്. 1910 കാനഡയിൽ ക്യൂബെക് ബ്രിഡ്ജ് പണി കഴിപ്പിച്ചു. അതിനുശേഷം ഇതാണ് ഇപ്പോഴും വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ലോങ്ങസ്റ്റ് ബ്രിഡ്ജാണിത്. അപ്പോൾ നമ്മൾ അതിൻ്റെ നിയർ ബൈ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന വൈറ്റ് ബ്രിഡ്ജ് അല്ല കേട്ടോ, ഞാൻ പറഞ്ഞത് റെഡ് കളർ ബ്രിഡ്ജിൻ്റെ കാര്യമാണ്. ഈ വൈറ്റ് ബ്രിഡ്ജ് അവിടുത്തെ ഹൈവേക്ക് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു റെഡ് ബ്രിഡ്ജ്, ഒരു മിന്നൽ പോലെ. അതാണ് ഫോർത്ത് ബ്രിഡ്ജ്. ഞങ്ങൾ പാർക്കിംഗ് തപ്പി നടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫുൾ ഓക്യുപ്പൈഡ് ആയിരുന്നു. ഒരു ഗ്യാപ്പ് പോലും എവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ മാറിയിട്ടാണ് പാർക്ക് ചെയ്തത്. അത്രയും തിരക്കായിരുന്നു. അത് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ, അതും സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അത് ഞങ്ങളൊരു റോഡിൻ്റെ അറ്റത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്ത് നടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ അടുത്തൊക്കെ ഇതൊരു കൺട്രി റോഡായതുകൊണ്ട് തന്നെ കൺട്രി സൈഡ് വീടുകൾ, ഫാം ഹൗസുകളൊക്കെയാണ് നിയർ ബൈ അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഈ വീടും ഒരു ഫാം ഹൗസാണ്. അവിടെ അവർ പുറത്ത് നിന്ന് തന്നെ ഈ സണ്ണി ആയിട്ടുള്ള ഡേ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടുത്തെ ഓണേഴ്സ്. അതേപോലെ അവിടെ പൈനാപ്പിളിനാണെന്ന് തോന്നുന്നു നല്ലൊരു ഫാമും ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ നടന്ന് വീണ്ടും നടന്ന് ആ വെയിലൊക്കെ കൊണ്ട് ആകെ വിശർത്ത് ഒരു 25 മിനിറ്റ് ഞങ്ങൾ നടന്നിട്ടുണ്ടാവും. അങ്ങനെ അവസാനം ആ പാലം അവിടുന്ന് കാണുന്നുണ്ട്, അതിൻ്റെ അടുത്തേക്ക് എത്താറായി. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഇത് യുനെസ്കോ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അപ്പോൾ ഞങ്ങൾ ആ വ്യൂ പോയിന്റിൻ്റെ അടുത്ത് എത്തിയിട്ടോ. നിങ്ങൾക്ക് കാണാം അവിടെ പാർക്കിംഗ് ഒക്കെ കണ്ടില്ല, അത്രയും തിരക്കായിരുന്നു. ഫുൾ ആൾക്കാരായിരുന്നു അവിടെ, മെയിൻലി സാറ്റർഡേ ആയതുകൊണ്ടാണ്. അതേപോലെ അവിടെ നമുക്ക് ബോട്ടിങ്ങും അതേപോലെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഹാവ്സ് പിയർ എന്നാണ് ഈ ഏരിയനെ പറയുന്നത്. ഇത് അടുത്തുനിന്ന് കാണാനുള്ള നല്ലൊരു സ്പോട്ട് നോക്കി ഞങ്ങൾ കുറച്ച് നടന്നു. അപ്പോൾ ഇങ്ങനെ ലൈഫ് ബോട്ട്സുകളുടെ ഒരു ഓഫീസും അതേപോലെ ഗിഫ്റ്റ് സ്റ്റോഴ്സൊക്കെ അവിടെ അടുത്ത് കണ്ടു. ഇതും ഈ കോസ്വേ ഒക്കെ പോലെ, വേലിയേറ്റമൊക്കെ പോലെ വെള്ളം മിക്കവാറും മേലേക്ക് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ടാണ് ഇവിടെ ലൈഫ് ബോട്ട് ഓഫീസുകളെല്ലാം അവർ
ഒരുക്കിയിരിക്കുന്നത്. എങ്ങാനും വല്ല കോസ്റ്റൽ ഗാർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും, എങ്ങാനും വല്ല അപകടമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഓഫീസുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങൾ എത്തിയ സമയത്ത് അവിടെ ഭയങ്കര സണ്ണി ആയിരുന്നു കേട്ടോ ക്ലൈമറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ മഞ്ഞ് മൂടുന്ന ഒരു സീനിക് ബ്യൂട്ടി ആയിരുന്നു ഞങ്ങൾ കണ്ടത്. നല്ല അടിപൊളിയായിരുന്നു ആ മൊമെന്റ് എൻജോയ് ചെയ്യാൻ. തൊട്ടടുത്ത് കാണുന്ന വൈറ്റ് ബ്രിഡ്ജും ലോങ്ങസ്റ്റ് ബ്രിഡ്ജാണ്. അത് റോഡ് ട്രാക്കാണ്. റെഡ് കളർ ഫോർത്ത് ബ്രിഡ്ജ് അത് റെയിൽവേ ട്രാക്കാണ്. ഈ കാണുന്നതാണ് ഈ കോസ്റ്റൽ ഗാർഡ്സിന്റെ ഓഫീസ്. അവിടെ ലൈഫ് ബോട്ട്സുകളെല്ലാം ഉണ്ടാവും. ഈ ഫോർത്ത് ബ്രിഡ്ജ് എഡിൻബ്ര ടു അബർഡീൻ പോകുന്ന റെയിൽ ട്രാക്കാണ്. ഞങ്ങൾ പോയ ടൈമിൽ തന്നെ അവിടെ ഒരു ഫെറി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവര് ഈ ഐലൻഡിൽ നിന്ന് അപ്പുറത്തെ ഐലൻഡിലേക്ക് ടൂർ പോലെ, ട്രിപ്പ് പോലെ, ഒരു 2 hour ട്രിപ്പ് പോലെ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അത് ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടും വന്ന് ആക്കും. സോ ബോട്ടിങ് പോലെ ഒരു നല്ലൊരു ആക്ടിവിറ്റിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അവർ. ഇതാ കണ്ടില്ലേ, മൊത്തം മഞ്ഞ് മൂടി, പകുതിയല്ല ഒരു 3/4 ബ്രിഡ്ജിനെ മഞ്ഞ് മൂടി. എന്തൊരു ഭംഗിയല്ലേ കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ മഞ്ഞ് മൂടിയെങ്കിലും സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലും അതേപോലെ നല്ല ചൂടും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ മഞ്ഞ് മൂടുന്നത് കുറച്ചു നേരം നോക്കിയെന്ന് നന്നായി എൻജോയ് ചെയ്തു. ഈ ബ്രിഡ്ജ് ഒരു എഞ്ചിനീയറിംഗ് മാർവൽ തന്നെയാണ് കേട്ടോ. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. നിങ്ങൾ എങ്ങാനും എഡിൻബ്രയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എഡിൻബ്രയിലുള്ളവരാണെങ്കിൽ എന്തായാലും ഇത് വന്ന് വിസിറ്റ് ചെയ്യണം. വെള്ളം കുറേശ്ശെ കയറാൻ തുടങ്ങി. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തില്ലേ ഒരു വേലിയേറ്റം പോലെ ഉണ്ടാവുന്നു. അപ്പോൾ ആൾക്കാർ കയാക്കിംഗ് ഒക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാനും തുടങ്ങി, വെള്ളം ഉള്ളത് കൊണ്ട്. അവിടെ ഒരു ചേട്ടൻ കയാക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ആ ഏരിയയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടെന്ന് കാണാൻ. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. ബോട്ടിങ്ങും കയാക്കിംഗ് ഒക്കെ പോലുള്ള വാട്ടർ ആക്ടിവിറ്റീസ് അപ്പോൾ അവിടെ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ബോട്ടിങ്ങിനൊക്കെ ഒരു ടിക്കറ്റിന് 15 pound ആയിരുന്നു പെർ അഡൾട്ട്. കിഡ്സിന് വേറെ ചാർജുണ്ട്. ഇതൊരു ഡെസ്റ്റിനേഷൻ വെഡിങ് പ്ലേസ് ആണെന്നും ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇൻകോം വെഡിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവൻറ്റ്സ് ആണ് അവർ അത് ഓർഗനൈസ് ചെയ്യുന്നത്. അത് അവരുടെ തന്നെയാണ് ഈ ബോട്ടിംഗ് ആക്ടിവിറ്റീസും അവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ക്രൂയിസ് പോകുന്നത് ഇൻകോം ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള നിയർ ബൈ ഐലൻഡിലേക്കാണ്. അവിടെ ഒരു കാസിലും ഒരു അബേയും അങ്ങനെ കുറച്ച് കോസ്റ്റൽ ഡിഫൻസുകളുടെയൊക്കെ ഒരു മ്യൂസിയം ഒക്കെ പോലെ കുറച്ച് പ്ലേസസ് വിസിറ്റ് ചെയ്യാനുണ്ട്. അതിന് ഇങ്ങനെ പാക്കേജ് ആയിട്ട് നമുക്ക് എടുക്കാം. അത് 20 pounds ആണ് പെർ അഡൾട്ട്. ഞങ്ങൾ ഗെറ്റ് അഡ്വൈസറിലൊക്കെ നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം ഫുള്ളായിട്ട് ബ്രിഡ്ജിനെ മഞ്ഞ് മൂടി. ഇപ്പുറത്തെ സൈഡിലും അത് ഫുള്ള് മഞ്ഞ് മൂടി നിൽക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പതിയെ ചലിച്ചു തുടങ്ങി. തിരിച്ച് ഞങ്ങളും അങ്ങനെ പതുക്കെ അവിടുന്ന് നടക്കാൻ തുടങ്ങി. കാരണം ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഒരു 2-3 kilometer അപ്പുറത്താണ്. ഒരു 25 minute അങ്ങോട്ട് തിരിച്ച് കയറ്റാണ് നടക്കണം. ഈ പ്ലേസ് ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന് ഒരു പിക്നിക്കോ അല്ലെങ്കിൽ ഡേ ഔട്ടിങ്ങോ ഒക്കെ എല്ലാം പോലെ അവിടെ ഇരുന്ന് വന്ന് സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ബ്രിഡ്ജിൻ്റെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത്, കുട്ടികളുണ്ടെങ്കിൽ അവിടെ മണലിലൊക്കെ കളിച്ച് അങ്ങനെ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് സമ്മറിൽ നല്ലൊരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് എഡിൻബ്ര. ഞങ്ങളപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം വൈൻഡപ്പ് ചെയ്ത് പതുക്കെ തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര കേട്ടായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ക്ഷീണിച്ചു. അനുഭവം നന്നായി നടക്കുന്നുണ്ടായിരുന്നു. കേട്ടായതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ അപ്പൂപ്പന്മാരൊക്കെ പാസ് ചെയ്ത് പോയപ്പോൾ എനിക്ക് ആകെ നാണക്കേടായി. അപ്പം ഞാൻ ആലോചിച്ചു അവരുടെ സ്റ്റാമിന പോലും എനിക്കില്ലല്ലോ എന്ന്. കണ്ടില്ലേ പയറുപോലെ സുഖമായി കയറ്റം കയറി പോണത്. ഇങ്ങനെ ഒരു 90 years ഉണ്ടാവും ആൾക്ക്. അനുഭവം ക്ഷീണിച്ച സൈഡിൽ നിന്നു കേട്ടോ എന്നെ കാത്ത്. മുത്തശ്ശനെ സമ്മതിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാൻ തുടങ്ങി. നെക്സ്റ്റ് സ്പോട്ട് ക്രമോൺ ബീച്ച്. പറപ്പിച്ച് വീട് പാപ്പാ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാൻ തുടങ്ങി. അങ്ങനെ അവിടെ എത്തി അവിടെ പാർക്ക് ചെയ്ത്, അവിടെ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ. ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ട് വേണം പോവാൻ. അതും ഇതേപോലെ ഒരു നീഡിൽ പോലെ ഒരു സ്ട്രെയിറ്റ് വേ ആണ്. അതും അതേപോലെ നെക്സ്റ്റ് ഐലൻഡിലോട്ടാണ് ആ വേ കണക്ട് ചെയ്യുന്നത്, ഒരു കോസ് വേ പോലെ. അങ്ങനെ ആ ഐലൻഡിൽ എത്തിയാലാണ് നമുക്ക് ബീച്ച് കാണാൻ പറ്റുക.
അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ആ നീഡിൽ കോസ്വേ ലൈനിലേക്ക് പോകാൻ തുടങ്ങി. അവിടെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. സൈക്ലിങ്ങും സ്കേറ്റിങ്ങും ഒക്കെ ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്നവരും അതേപോലെ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന പിള്ളേരും അല്ല ഫാമിലിയൊക്കെ ആയിട്ട് വന്നവരൊക്കെ അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ നല്ല കാറ്റും നല്ല മഞ്ഞും, നന്നായി മഞ്ഞ് മൂടി, മലയൊന്നും കാണാത്ത അവസ്ഥയിൽ മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്തുള്ള വെള്ളവും അങ്ങനെ ബീച്ചും ഒന്നും കാണാണ്ടായിരുന്നില്ല. നന്നായി കോടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ അടുത്ത് വരെ പോയി. പക്ഷെ കണ്ടില്ലേ, ഫുള്ള് മഞ്ഞ് മൂടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം, ഒന്നും ക്ലിയർ അല്ല, വിഷൻ ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അതാണ് ഞാൻ പറഞ്ഞ ആ നീഡിൽ പാത്ത്. ആ പാത്തിൻ്റെ ഫുള്ള് ഒന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഫുൾ ഫോഗി ആയിരുന്നു. കുറച്ച് ആൾക്കാർ അപ്പുറത്തെ സൈഡിൽ നിന്ന് തിരിച്ച് നടന്നു വരുന്നുണ്ട്. ഈ ഫോഗി ആയിട്ടുള്ള കാരണമായിരിക്കാം അവരെന്തായാലും തിരിച്ച് നടന്നു വന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ചലിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ ഗാർഫീൽഡ് മൂവിക്ക് പോയി. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ അടുത്ത് തന്നെ ഒരു മിസ്റ്റർ ബസായിസ് വേൾഡ് ക്യൂസൈൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, സെയിം മോളിൽ തന്നെ. അപ്പോൾ അവിടെ ബുഫേ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയി കഴിച്ചിട്ട് ഇന്നത്തെ ഡേ വീക്കെൻഡ് അവസാനിപ്പിക്കാം. അങ്ങനെ ഞങ്ങൾ ടേബിൾ റിസർവ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി. പലതരം വെറൈറ്റി ക്യൂസൈൻസിലുള്ള ഫുഡാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യൻ, ചൈനീസ്, അതേപോലെ സിംഗപ്പൂർ, അങ്ങനെ പലതരം ക്യൂസൈൻസ് ലൈക്ക് പിസ്സ, മെക്സിക്കൻ ഡിഷ്, നമ്മുടെ ഇന്ത്യൻ ഡിഷ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ പിസ്സ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് അൺലിമിറ്റഡ് ഡ്രിങ്ക്സും ഉണ്ടായിരുന്നു. അനൂപ് സ്റ്റാർട്ടേഴ്സ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പലതരം വെറൈറ്റി മീറ്റ്സും ഫിഷിൻ്റെയും വെറൈറ്റീസും, അങ്ങനെ ഈ റോസ്റ്റും, ഇവിടുത്തെ തന്നെ പുഡിങ്ങൊക്കെ പോലെ യോക്ക് റോസ്റ്റും ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അനൂപ് ട്രൈ ചെയ്തത്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പിന് ഞങ്ങൾ ദോശ ഓർഡർ ചെയ്യാൻ പോയി. അങ്ങനെ ദോശ ചുടുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ദോശയായിരുന്നു കേട്ടോ. സാമ്പാറും തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയൊക്കെ ആയിട്ട് നന്നായിരുന്നു. ഞാൻ സെക്കൻഡ് ട്രിപ്പ് പോയിട്ട് കുറച്ച് ചിക്കൻ ഐറ്റംസാണ് എടുത്തു പോകുന്നത്. ചിക്കൻ ടിക്ക, ചില്ലി ചിക്കൻ, അതുപോലെ ഡ്രാഗൺ ചിക്കൻ. അനൂപ് റൈസും മോമോസും പിന്നെ ചിക്കൻ്റെ വെറൈറ്റീസും ഡക്ക് റോസ്റ്റൊക്കെയാണ് എടുത്ത് ട്രൈ ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ 2-3 ദോശയും കൂടെ കഴിച്ച് പാനിപ്പൂരിയും കഴിച്ചാണ് ഡെസേർട്ട്സിലേക്ക് വന്നത് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ സാറ്റർഡേ വീക്കെൻഡ് ഡേ ഔട്ടിങ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.